നമസ്കാരം. മണ്ണിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പച്ചക്കറി അവശിഷ്ടങ്ങളും ചക്കയും മാങ്ങയും ഒക്കെ ഉപയോഗിച്ച മത്സ്യകൃഷി നടത്തുന്ന ഒരു കർഷകനെക്കുറിച്ചാണ് മണ്ണിലാദ്യം. തൊടുപുഴയിലെ കാർഷിക മേളയുടെ വിശേഷങ്ങളും ഈ ലക്കത്തിൽ കാണാം. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന അടുക്കളത്തോട്ടങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു അടുക്കള കുളം നിർമ്മിച്ച ജൈവ രീതിയിൽ മത്സ്യകൃഷി നടത്തുകയാണ് പാലക്കാട് പെരുമാട്ടിയിലെ സുരേഷ് എന്ന കർഷകൻ. അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റാണ് പ്രധാനമായും സുരേഷ് മത്സ്യത്തിന് തീറ്റയായി നൽകുന്നത്. പാലക്കാട് പെരുമാട്ടിയിലെ പരമ്പരാഗത കർഷകനാണ് പുത്തൻവീട് സുരേഷ്. ഏക്കറോളം സ്ഥലത്ത് നെല്ലും ബാക്കി സ്ഥലത്ത് മൾബറിയുമാണ് മുഖ്യ കൃഷി. ഒരു വർഷം മുമ്പാണ് സുരേഷും ഭാര്യ രജനിയും മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. അടുക്കള വേസ്റ്റും മൾബറി ഇലകളും ആഹാരമായി നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ രീതിയാണ് സുരേഷ് തിരഞ്ഞെടുത്തത്. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള മത്സ്യകൃഷി. വീടിനടുത്തുള്ള 10 സെന്റ് സ്ഥലത്താണ് മത്സ്യം വളർത്താനുള്ള കുളമൊരുക്കിയത്. അടി നീളവും 25 അടി വീതിയും 6 അടി ആഴവുമുള്ള കുളമാണ് ഒരുക്കിയത്. കുളത്തിൽ 5 അടി വെള്ളം നിലനിർത്തി. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ആദ്യഘട്ടത്തിൽ മാത്രമാണ് കൃത്രിമ തീറ്റ നൽകിയത്. എൻ്റെ ഈ കുളം 25 അടി വീതിയും 50 അടി നീളമുള്ള 10 സെൻറ്റിലെ 6 അടി താഴ്ചയുള്ള ഒരു കുളമാണ്. വെള്ളം 5 അടിയെങ്കിലും ഇതിൽ വെള്ളം നമ്മൾക്ക് നിർത്തണം. പിന്നെ വെള്ളം കുഞ്ഞിനെ നിക്ഷേപിച്ചപ്പോൾ ആദ്യം ഗോദ്രേജിൻ്റെ ഒരു ബാഗ് തീറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1500 രൂപ വിലയുള്ള ഗോദ്രേജിൻ്റെ ഒരു ബാഗ് തീറ്റ ഓരോ പിടി നമ്മൾ കുളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ കുഞ്ഞാണ്, അപ്പോൾ അത് ഈ കുളവുമായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ക്രമേണ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഈ തീറ്റ കമ്മിയാക്കി അടുക്കള വേസ്റ്റും നമ്മുടെ ചോറായാലും ശരി, വീട്ടിലെ അടുക്കള ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ അടുക്കള വേസ്റ്റ്, അതുപോലെ പച്ചക്കറി, തക്കാളി, നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റും അതുപോലെയുള്ള ഇലകളും കുറച്ച് രാവിലെയും വൈകുന്നേരം ഓരോ പിടി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾക്കിപ്പോൾ കുളത്തിൽ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് നോക്കിയാൽ ഒന്നും കണ്ടില്ലെങ്കിൽ മത്സ്യം മുഴുവനും അത് ഭക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടി ഞാൻ ഉണ്ടായിരുന്നു. 2 ഏക്കർ സ്ഥലത്ത് മൾബറി കൃഷിയുള്ളത് സുരേഷിന് മത്സ്യകൃഷിക്ക് സഹായകരമായി. വർഷത്തിൽ ഏതാണ്ട് 8 മാസം മൾബറി ഇലകൾ പാഴായി പോവുകയാണ്. അങ്ങനെയാണ് മൾബറി ഇല മത്സ്യത്തിന് തീറ്റയായി നൽകാൻ തുടങ്ങിയത്. ഒപ്പം മുരിങ്ങയിലയും മറ്റിലകളും ചക്കയും മാങ്ങയും തീറ്റയായി നൽകി. 8 മാസം ഈ മൾബറി ഇല ഈ 8 മാസവും കമ്പ് വളരണ വരെ എനിക്ക് വേസ്റ്റാണ്. അപ്പോൾ ഈ മൾബറി ഇലയിൽ ഒട്ടനവധി വിറ്റാമിൻസ് ഉണ്ട്. അതിൽ മാംസത്തിൻ്റെ അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ നൈട്രജൻ ഉണ്ട്,
പിന്നെ അയേണുണ്ട്. അങ്ങനെയാണ് ഈ മൾബറി ഇല കൊടുത്തിട്ട് ഈ മീനിനെ വളർത്താം എന്നുള്ള ആശയം എനിക്കുണ്ടായത്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടുള്ള പിന്നെ മുരിങ്ങയില, അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ പിന്നെ എൻഡോസൾഫാൻ അടിക്കാത്ത മാങ്ങകൾ നമുക്കറിയാം മാക്സിമം പുഴുക്കേടും അതുപോലെ തന്നെ പിന്നെ ചക്കയും യഥേഷ്ടം ഉണ്ടാകും. അപ്പോൾ ആ ചക്ക, മാങ്ങ, അതുപോലെ മൾബറി ഇല, പച്ചക്കറി വേസ്റ്റ് ഇത് കൊടുത്തിട്ട് ജൈവ കൃഷിയായിട്ടാണ് ഞാൻ ഈ മത്സ്യക്കുളത്തിലെ മീനിനെ വളർത്തിയത്. 10 സെന്റ് സ്ഥലത്ത് 250 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് സുരേഷ് നിക്ഷേപിച്ചത്. കട്ല, തിലോപ്പിയ, റെഡ് ഫില്ലി എന്നീ 3 ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ 50 കിലോ മത്സ്യം വിറ്റ് കഴിഞ്ഞു. ഇനിയും 150 കിലോ വലിയ മീനും 8000 രൂപയുടെ മത്സ്യക്കുഞ്ഞുങ്ങളും കുളത്തിൽ ബാക്കിയുണ്ടെന്ന് സുരേഷ് പറയുന്നു. 10 സെൻറ്റ് സ്ഥലത്ത് ഞാനൊരു 250 മത്സ്യക്കുഞ്ഞുങ്ങളാണ് നിക്ഷേപിച്ചത്. കട്ല, റെഡ് ഫില്ലി, അതുപോലെ തിലോപ്പിയ എന്ന 3 മത്സ്യങ്ങളാണ് ഞാൻ 250 എണ്ണം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഈ 5 മാസത്തിൻ്റെ ഉള്ളിൽ 50 കിലോളം മീൻ ഞങ്ങൾ ഇപ്പോൾ പിടിച്ച് വിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ കുളത്തിൽ ചുരുങ്ങിയതൊരു 7000-8000 രൂപയുടെ മത്സ്യ കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു 150 കിലോളം ഇപ്പോൾ മത്സ്യമുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്ഥലം പരിമിതിയുള്ള വീടുകളിൽ ടാർപ്പായി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സിമെൻറ്റ് ടാങ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥലമുള്ളവർക്ക് ഇതുപോലെ കുഴിയെടുത്തിട്ടോ ചെയ്താൽ അവർക്ക് മാസം ഒരു വരുമാനം കിട്ടും എന്നുള്ളൊരു ആശയമാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഇതോടുകൂടി ശ്രമിക്കുന്നത്. 1 സെന്റിൽ 60 മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടാമെന്നാണ് സുരേഷിന്റെ കണക്ക്. ജൈവ രീതിയിൽ വളർത്തുന്ന മീനിന് കിലോയ്ക്ക് 200 രൂപ വരെ വിപണിയിൽ വില ലഭിക്കും. ഒരു ചെറിയ കുളത്തിൽ മീൻ വളർത്തിയാൽ പോലും മാസം 5000 രൂപ വരെ അധിക വരുമാനം ലഭിക്കുമെന്ന് സുരേഷ് പറയുന്നു. ലാഭകരമായിട്ട് ഒരു ബിസിനസ് രീതിയിലാണെങ്കിൽ 1 സെൻറ്റിന് 60 മീൻ നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റിന് 120 മീൻ നമ്മൾക്ക് വളർത്താം. 120 മീൻ ഇന്നത്തെ കിലോ 1 കിലോ 150 രൂപയാണ് ഇന്ന് മാർക്കറ്റിൽ. ഈ മീൻ 150 മുതൽ 200 രൂപയാണ് ജൈവ കൃഷി ചെയ്തുള്ള മീനിൻ്റെ വില. ഒരു കുടുംബ വനിതയ്ക്ക് 4 മാസം കഴിഞ്ഞാൽ ഒരു 5000 രൂപ ഉറപ്പായി ഈ മത്സ്യകൃഷിയിൽ കിട്ടുന്നുള്ളത് ഒരു വർഷത്തെ പരീക്ഷണത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആവശ്യാനുസരണമാണ് കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത്. ഒരു കിലോക്കൊക്കെയാണ് ആവശ്യക്കാരുള്ളതെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ഇപ്പോൾ അടുത്തുള്ളവരാണ് അധികവും മത്സ്യം വാങ്ങാൻ വരുന്നത്. അവർക്ക് രജനി തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചൂണ്ടയിട്ട് പിടിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ ഇതുപോലെ ബൾക്കായിട്ട് അതന്നെ ആവശ്യം. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചൂണ്ടയിട്ടിട്ട് തന്നെ പിടിക്കുന്നു. കുറേ അധികം ഓർഡറൊക്കെ വരികയാണെങ്കിൽ വലയിട്ടിട്ട് തന്നെ പിടിച്ചിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കുള്ളൂ. കൂടുതൽ മത്സ്യം പിടിക്കേണ്ടി വരുമ്പോൾ കുളത്തിലിറങ്ങി വലയിട്ടാണ് പിടിക്കുന്നത്. സുരേഷും സഹായികളും കുളത്തിലിറങ്ങി മീൻ പിടിക്കും. ഒരു സെന്റ് സ്ഥലമുള്ളവർക്കും ഇത്തരത്തിൽ അടുക്കളക്കുളം നിർമ്മിച്ച മത്സ്യം വളർത്താമെന്ന് സുരേഷ് പറയുന്നു.
കൃഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ മാസവും സ്ഥിര വരുമാനമുള്ള മത്സ്യകൃഷി ഏറെ മെച്ചമാണ്. ധൈര്യപൂർവ്വം നമുക്ക് 1 സെൻറ്റായാലും ശരി 2 സെൻറ്റായാലും ശരി കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മത്സ്യകൃഷി ചെയ്യണം. ജൂൺ മാസം ആണ് ഇതിൻ്റെ സമയം. നമ്മൾ ആദ്യം തന്നെ നിലം ശരിയാക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വിതറിയ ശേഷം ആ വെള്ളം കംപ്ലീറ്റ് വാർത്ത് കളയുക. അതിന് ശേഷം നമ്മൾക്ക് കിട്ടാവുന്ന വേസ്റ്റ്, ചക്കയായാലും ശരി മാങ്ങയായാലും ശരി പച്ചക്കറി വേസ്റ്റ് ആയാലും ശരി, നമ്മുടെ വീട്ടിൻ്റെ വേലിയോരത്തുള്ള എന്ത് നല്ല ഇലകൾ മുഴുവനും ആ കുഴിയിൽ നമ്മൾ നിക്ഷേപിച്ച ശേഷം നിറയെ ചാണകം, ഒരു സെൻറ്റിന് 1 കിലോ വെച്ചിട്ട് ചാണകം നമ്മൾ വിതറി കൊടുക്കുക. എന്നിട്ട് ശുദ്ധമായ വെള്ളം കയറ്റി 10 ദിവസം വെള്ളം നിറയ്ക്കുക. അതിനുശേഷം കുഞ്ഞിനെ നിക്ഷേപിക്കുക. വീട്ടമ്മമാർക്ക് അധിക വരുമാനം എന്ന നിലയിലാണ് സുരേഷ് അടുക്കളക്കുളം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച 4 മാസം കഴിയുമ്പോഴേക്ക് വരുമാനം ഉറപ്പാണ്. ₹5000 വരെ വീട്ടമ്മമാർക്ക് ഇത്തരത്തിൽ വരുമാനമുണ്ടാക്കാം. ജൈവതീറ്റകൾ മാത്രം കൊടുക്കുന്ന മത്സ്യത്തിന് രുചിയും ഗുണവും കൂടുമെന്ന് രജനിയും പറയുന്നു. വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി കൂടിയാണ്. പിന്നെ ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ ഇതുവരെ മീൻ വളർത്താത്ത ആൾക്കാരാണല്ലോ. പുറമേ നിന്നൊക്കെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ കോഴി വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തുന്ന മീനായതുകൊണ്ട് അതിലൊരുപാട് കൊളസ്ട്രോളിൻ്റെ അംശങ്ങളൊക്കെ നമ്മൾ വറുക്കുമ്പോൾ എണ്ണ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. നമ്മൾ ഈ ജൈവ രീതിയിൽ കൊടുത്ത് വളർത്തുന്ന മീനായതുകൊണ്ട് നമ്മുടെ മീനിൽ അത് കാണാൻ സാധിക്കില്ല. നമ്മൾ വീട്ടിൽ കറി വയ്ക്കുകയാണെങ്കിൽ മീൻ വെച്ചതായിട്ടുള്ള ഒരു സ്മെല്ലും നമുക്ക് വീട്ടിൽ ഉണ്ടാവില്ല. അതാണ് ഈ മീനിൻ്റെ ഏറ്റവും പ്രത്യേകത. വളരെ ടേസ്റ്റിയാണ്. കേരളത്തിൽ ഏറെ സാധ്യതകളുള്ള ഒരു മാതൃകയാണ് സുരേഷും രജനിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ രീതി പിന്തുടരുന്നവർക്ക് എല്ലാ സഹായവും നൽകാനും സുരേഷ് തയ്യാറാണ്. ₹16,000 ചെലവിൽ 2 സെന്റ് സ്ഥലത്ത് ടാർപ്പായ ഉപയോഗിച്ച് അടുക്കളക്കുളം നിർമ്മിക്കാമെന്ന് സുരേഷ് പറയുന്നു. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ കേരളം ഏറെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ വീട്ടിലും ജൈവ മത്സ്യകൃഷി എന്ന ആശയവുമായി സുരേഷ് മുന്നോട്ട് വരുന്നത്. മണ്ണിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴയിലെ കാർഷിക മേളയുടെ വിശേഷങ്ങൾ. തൊടുപുഴയിൽ ഗാന്ധി സ്റ്റഡി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കാർഷിക മേളയെക്കുറിച്ചാണ് മണ്ണിലിനി. ജൈവ കർഷകരുടെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം കർഷകർക്ക് പുത്തൻ അറിവുകൾ കൂടി പകർന്നു നൽകുന്നു എന്നതാണ് ഈ മേള
സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ മേളയുടെ മുദ്രാവാക്യം. ഇപ്രാവശ്യത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മണ്ണും ജലവും സംരക്ഷിക്കുക. കൃഷിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ നമ്മുടെ ജനത്തെ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മണ്ണ് സംരക്ഷിക്കപ്പെടണം, മണ്ണിൻ്റെ ഗുണമേന്മ നിലനിർത്തണം, അതോടൊപ്പം തന്നെ ജലവും സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ ജലത്തിന് വേണ്ടിയുള്ള ദൗർലഭ്യം ഓരോ ഘട്ടം ചെല്ലും തോറും, ഓരോ കാലഘട്ടം ചെല്ലും തോറും വർദ്ധിച്ച് വരികയാണ്. കാർഷിക വിളകളുടെ പ്രദർശനമാണ് മേളയുടെ മുഖ്യ ആകർഷണം. ഇതിനായി 200-ലധികം സ്റ്റാളുകളാണ് മേളയിലുള്ളത്. നൂറ് കിലോയിലധികം തൂക്കമുള്ള മരച്ചീനി, 50 കിലോ തൂക്കമുള്ള ചേന, ഭീമൻ കാച്ചിൽ, നാളികേരക്കുലകൾ, അടയ്ക്ക, വാഴക്കുലകൾ, വിവിധയിനം പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിലുണ്ട്. അതുപോലെ തന്നെ കാലി പ്രദർശനവും പിന്നെ മത്സരവും, പിന്നെ 45 ലിറ്റർ പാല് വരെ കിട്ടുന്ന പശുക്കളെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മേൽത്തരം പശുക്കളെയും എരുമകളെയും ഇവിടെ പ്രദർശനത്തിന് കൊണ്ടുവരുന്നുണ്ട്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം പശു വളർത്തി എങ്ങനെ ആദായകരമാക്കാം എന്നതിനെപ്പറ്റി വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇതെല്ലാം കൃഷിക്കാരന് ആത്മവിശ്വാസം കൊടുക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ നാണ്യവിളകളുടെ പ്രദർശനവും മത്സരവും. ഒരു പിന്നെ ഏത്തക്കൊലയിൽ നിന്ന് അല്ലെങ്കിൽ 70 കിലോ ആണ് ഒരു ഏത്തക്കൊലയുടെ തൂക്കം. നമുക്ക് അത്ഭുതം തോന്നും. 120 കിലോ ഉള്ള കപ്പയുടെ ചുവട്, അല്ലെങ്കിൽ ഒരു മൂട് കപ്പയിൽ നിന്ന് 120 കിലോ. അങ്ങനെ വളരെ പിന്നെ നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് കൃഷിക്കാരൻ ഇവിടെ ഇത്തരത്തിലുള്ളതായ വിളകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്ന. വളരെ ആകർഷകമായിട്ടുള്ള സമ്മാനം കൊടുക്കുന്നുണ്ട്. അപൂർവ ഇനം പൂച്ചെടികൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന പുഷ്പമേളയും ആകർഷണീയമാണ്. ധാരാളം സന്ദർശകർ പുഷ്പമേള കാണാൻ മാത്രമായി എത്തുന്നുണ്ട്. കൃഷിവകുപ്പ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ഹോർട്ടികോപ്പ്, നാളികേര വികസന ബോർഡ് തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ സ്റ്റാളുകളും നൂതന കൃഷിരീതികളെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അറിവ് പകരുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് വിദഗ്ധരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. ഓരോ ദിവസവും നടക്കുന്ന സെമിനാറുകൾ കർഷകർക്ക് ധാരാളം പുതിയ അറിവുകളും പകരുന്നു. ഇപ്രാവശ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ തെങ്ങും ഇടവിളകളും. ആ തെങ്ങും ഇടവിളകളും എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഇന്ന് തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 4 ഇരട്ടിയോ 10 ഇരട്ടിയോ വർദ്ധിപ്പിക്കുന്നുള്ള സ്കീമുകളെ പറ്റി റബ്ബർ ബോർഡ് ചെയർമാൻ ശ്രീ TK ജോസ് IAS അടക്കമുള്ളവർ ഇവിടെ വന്ന് ക്ലാസ് എടുത്തു. കാരണം നീര അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പിന്നെ കരിക്കിൽ നിന്ന് പിന്നെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടന്നു. തേങ്ങാപ്പാല് ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നു. ഈ കാർഷിക മേള എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള മേളയാണ്. ഇതിലെല്ലാ വിഭാഗം ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. എല്ലാ ഇനം കാർഷിക വിളകളുടെയും നടീൽ വസ്തുക്കളുടെ ലഭ്യതയാണ് കർഷകരെ മേളയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം. ഹൈബ്രിഡ് വിളകളുടെ അടക്കം തൈകൾ മേളയിലെ നഴ്സറികളിൽ ലഭിക്കും. പച്ചക്കറി വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും ഇവിടെയുണ്ട്.
അതുപോലെ ഇവിടെ നല്ല നഴ്സറികൾ, നടീൽ സാധനങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ഗ്രൗണ്ടിൽ തന്നെ ഇഷ്ടം പോലെ നടീൽ വസ്തുക്കൾ കിട്ടുന്നുണ്ട്. നല്ല ജാതി തൈകളുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പോലും പിന്നെ ഉൽപ്പാദിപ്പിക്കാത്ത രീതിയിലുള്ള മേൽത്തരം ജാതി തൈകളാണ് ഇവിടെ. ഒരു ജാതി തൈ അല്ലെങ്കിൽ ജാതി ബഡ് ചെയ്ത് 4-5 ചുവടുകൾ. അപ്പോൾ വളരെ ഏറെ കരുത്തുള്ള ജാതി തൈകളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. നല്ല മാവും തൈകൾ, നെല്ലി, അതുപോലെ തന്നെ ഇലിമ്പി അടക്കമുള്ളതായ അത്തരത്തിലുള്ളതായ ചെടികൾ ഇവിടുന്ന് കിട്ടും. നല്ല തരത്തിലുള്ള പയറ് വിത്തുകൾ, ഇങ്ങനെ എല്ലാ തരം നടീൽ വിത്തുകളും ആവശ്യത്തിന് ഇവിടെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടുക്കി കാർഷിക വികസന സഹകരണ സംഘം പോലുള്ള നിരവധി കർഷക കൂട്ടായ്മകളും ഈ മേളയുടെ ഭാഗമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത്തരം സഹകരണ സംഘങ്ങൾ കൈകാര്യം ചെയ്യുന്നു. റബ്ബർ വിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ ഫലവർഗ സസ്യങ്ങളുടെ വരുമാന സാധ്യത ഇത്തവണത്തെ കാർഷിക മേളയിൽ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പഴവർഗ്ഗ ചെടികൾ നമ്മൾ ധാരാളമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. കാരണം റബ്ബറിനേക്കാൾ കൂടുതൽ ആദായം ഈ ഫലവർഗ്ഗ ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരേക്കർ റബ്ബർ ഇപ്പോൾ എടുത്ത വില വെച്ച് ഒരേക്കർ റബ്ബറിൽ നിന്ന് ഒരു 50,000 രൂപ പോലും ആദായം കിട്ടുന്നില്ല. അതേസമയം ഒരേക്കർ പഴവർഗ്ഗ ചെടികളാണെങ്കിൽ നമുക്ക് കുറഞ്ഞ 1.5 ലക്ഷം രൂപ ഗ്യാരണ്ടിയാണ്. റംബൂട്ടാനോ ഫിലോസാനോ പോട്ടെ, നമുക്ക് പ്ലാവ് നട്ട് വളർത്തിയാൽ പോലും റബ്ബറിനേക്കാൾ ആദായം എന്നാണ് ഞങ്ങൾ പറയാം. കാരണം എല്ലാം ബഡ് പ്ലാവുകളാണ്. ഒരു ചക്കയ്ക്ക് 8 രൂപ വിലയ്ക്ക് ഒരു വരിക്കച്ചക്ക കിലോയ്ക്ക് 8 രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എടുക്കുന്നുണ്ട്. ഒരു ആവറേജ് 25 കിലോകളാണെങ്കിൽ ഒരു 50 ചക്ക ഉണ്ടായാൽ പോലും അത്ര ആദായം നിങ്ങൾ ഒതുക്കുക. റബ്ബറിനേക്കാൾ ആദായം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കൃഷിക്കാർക്ക് ഉപകാരപ്പെടും എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഇത്തരം കൃഷി രീതികളാണ് ഞങ്ങളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും സ്ഥിരമായി മേളയ്ക്കെത്തുന്ന നിരവധി കർഷകരുണ്ട്. ഓരോ വർഷവും പുതിയ അറിവുകളുമായാണ് കർഷകർ ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഓരോ വർഷവും ഓരോ ഇനം വിളകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വരുന്നിരിക്കുന്ന സർക്കാർ ഇതര സ്റ്റാളുകളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഈ പുതിയ സാങ്കേതിക വിദ്യകൾ, കാര്യങ്ങൾ എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവർ സ്ഥിരമായി ഈ കാർഷികമേള ഒരു വാർഷികം പോലും ഇടാതെ കാണുന്ന ആളുകളുണ്ട്, കൃഷിക്കാർ. അവർക്ക് ഇതുകൊണ്ട് അവരുടെ ഈ കൃഷി രീതികൾ അവരുടെ കൃഷിയിടത്തിൽ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. എവിടെ നിന്നാണ് ഇതിൻ്റെ വിത്തുകൾ കിട്ടുക, എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ, എല്ലാം ഇവിടെ നിന്നൊരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നു, അതിനുള്ള അറിവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാർഷികമേള കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉപകാരപ്രദമാണ്. കാർഷിക മേളയിലെ സെമിനാറുകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും സമർപ്പിക്കാനും സംഘാടകർ ശ്രദ്ധിക്കുന്നു. ഏറ്റവും മികച്ച ജൈവ കർഷകന് 2 ലക്ഷം രൂപയുടെ അവാർഡും എല്ലാ വർഷവും നൽകി വരുന്നു. മണ്ണിൽ ഒരിടവേള കൂടി. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.